ഈ പേരൂർക്കട പോലീസിനെതിരായ ആരോപണത്തിന് പിന്നാലെ SI പ്രസാദിനാണ് സസ്പെൻഷൻ നടപടി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയണ്ടായി, നിങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ നിങ്ങൾ ഈ കേരളം വിടുക, എന്നാ നിങ്ങൾക്ക് ജീവിക്കാന്നുള്ളത്. കാരണം ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞത് വിഷയം തന്നെയുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ മുന്നിൽ മദ്യശാല ഉണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എത്രത്തോളം പൊതുസമൂഹത്തിൽ നല്ല കാര്യങ്ങളും അതേപോലെ അവർക്ക് നീ ഒന്ന് ഭക്ഷണം കൊടുക്കണ്ട, നീയൊക്കെ ഭക്ഷണം കൊടുത്ത് ഒരു പ്രതിയെ കിട്ടിയപ്പോൾ ഭക്ഷണം കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവന്നാണ് എൻ്റെ മോഹത്തിൽ. ഈ ഇത്രയും വാർത്തക്കാർ അവർ നേരെ ക്യാമറയും കൊണ്ട് പോയിരുന്ന് നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. ആ സ്ത്രീയും അതേപോലെ അവരുടെ ഭർത്താവിനും നേരെ നമ്മൾ ഈ തോക്കിൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയില്ലേ, അതേപോലെയാണ് അവർ മൈക്കയും കൊണ്ട് വാർത്തക്കാർ ഓരോ ചാനലുകാർ പോയിരുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നൊട്ടമലയുടെ മുകളിലാണ്, അതായത് ചുരത്തിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറച്ച് ദിവസമല്ല നമ്മൾ മണ്ണാർക്കാടൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഈ പൊതുജനങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനങ്ങൾ രണ്ട് ദിശയിൽ നിന്നും വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം പോവാൻ. വണ്ടികളൊക്കെ വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർക്കൊന്നും ബ്രേക്ക് ഇല്ലാത്ത മാതിരിയാണ് വരുന്നത്. അപ്പോൾ ജീവൻ നമ്മുടെയാണ്. അപ്പോൾ പറയാം, അയ്യോ മാഷ്. അപ്പോൾ അവിടെ നമ്മുടെ പഠിപ്പിച്ചൊരു മാഷാണെന്ന്, പള്ളിക്കുറുപ്പ് സ്കൂളിൽ പഠിപ്പിച്ചൊരു മാഷ. അപ്പോൾ മൂപ്പരെ കണ്ടിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. അപ്പോൾ പൊതുജനങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം റോഡ് മുറിച്ച് കിടക്കാൻ. അപ്പോൾ ഇത് നൊട്ടമലയിൽ നിന്നുള്ള വ്യൂ പോയിൻ്റാണ്. നമ്മുടെ സ്വന്തം കാഞ്ഞിരപ്പുഴ മലയാണ് കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് അവിടേക്ക് പോവാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങാം. തുടക്കത്തിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ, മണ്ണാർക്കാടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിലവിൽ ഇപ്പോൾ എന്താണുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മലയാളികൾ, സാധാരണക്കാരുണ്ട്, സാധാരണത്തിലല്ലാത്തവരുണ്ട് കേട്ടോ. വില കൂടിയതും വില കൂടാത്തതും ഉണ്ട്. അപ്പോൾ അവർ ദിവസം വാങ്ങിക്കൊണ്ടിരിക്കുന്ന മണ്ണാർക്കാടിലെ മദ്യശാല നമ്മുടെ MES കലളി കോളേജിൻ്റെ ഭാഗത്തേക്ക് മാറ്റാനുള്ളൊരു സർക്കാരിൻ്റെ ശ്രമം. അപ്പോൾ അത് തടഞ്ഞിട്ട് നമ്മുടെ മുസ്ലിം ലീഗ് യൂത്ത് പ്രവർത്തകരൊക്കെ അതിന് പ്രതിഷേധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കമ്മി, വിവരക്കേടിൻ്റെ ആരംഭം. അവർ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. എനിക്കും അതിൽ ശക്തമായ പ്രതിഷേധം തന്നെയുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ മുന്നിൽ മദ്യശാല ഉണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എത്രത്തോളം പൊതുസമൂഹത്തിൽ നല്ല കാര്യങ്ങളും അതേപോലെ അവർക്ക് വിവേകത്തോടു കൂടി സംസാരിക്കാനും ബുദ്ധിയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ സർക്കാരിന് അറിയാഞ്ഞിട്ടാണോ അതോ അത് അറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണോ ഒന്നും അറിയില്ല. പക്ഷെ വളരെ എന്താ പറയുക, വളരെ നീചമായൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ചെയ്യണത്. എന്തായാലും അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ ബീവറേജിൻ്റെ കാര്യം തന്നെ പറയാം. ബീവറേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും പഞ്ഞിക്കിടാൻ വരരുതേ. കാരണം ഏതൊരാൾക്കും ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ ഇവിടെ കേരളത്തിൽ വേണ്ട. അപ്പോൾ മണ്ണാർക്കാട് നഗരത്തിൽ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ബ്ലോക്ക് ഇനി പറയണ്ടല്ലോ, പ്രത്യേകിച്ച് പിടുത്തം വിട്ട ബ്ലോക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ, വാഹനങ്ങളുടെ ഒരു കൃത്യനിഷ്ഠയില്ലാത്ത പോക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നൊട്ടമല ചുരത്തിലാണ്. മണ്ണാർക്കാടേക്ക് വരുമ്പോൾ തന്നെ കൊച്ചിൻ ഖലീഫ ഒരു സിനിമയിൽ പറയില്ലേ, നാടിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വൃത്തികെട്ട മാലിന്യമായിട്ടുള്ള മണമല്ലേ കേൾക്കുന്നത്. അപ്പോൾ
അതൊക്കെയാണ് ശരിക്കും സംഭവം ഉള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മറ്റേ അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇത് നമുക്ക് പറഞ്ഞാലും തീരില്ല, പാടിയാലും തീരില്ല. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വളരെ വേദന നിറഞ്ഞൊരു വാർത്ത എന്ന് നമ്മുടെ എല്ലാ ന്യൂസിലും കണ്ടു. ഒരു ദളിത് സ്ത്രീയെ വീട്ടുജോലിക്ക് നിൽക്കായിരുന്നു ആ സ്ത്രീ എന്നിട്ട് എന്തോ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് 20 മണിക്കൂർ നേരം നിർത്തിയിട്ട് അവരെ ചോദ്യം ചെയ്തിട്ട് മാല എടുത്തിട്ടില്ല എന്ന് സത്യമായിട്ടും അവർ പറയുകയും ചെയ്തു, അതേപോലെ തന്നെ തെളിയുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും കൂടി പരാതിക്കാരെ പിൻവലിച്ചു പരാതി എന്നാണ് പറഞ്ഞത്. എന്നിട്ടും കൂടി അവർ സ്റ്റേഷനിൽ നിന്ന് വിടാൻ സമ്മതിച്ചില്ല. അതുമാത്രമല്ല, ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ അവർ ബാത്റൂമിലെ വെള്ളം കുടിക്കാനാണ് പറഞ്ഞത്. എന്താണ് ഇതിനൊക്കെ അർത്ഥം? എനിക്ക് ഇത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും വാർത്തക്കാർ അവർ നേരെ ക്യാമറയും കൊണ്ട് പോയിരുന്ന് നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. ആ സ്ത്രീയും അതേപോലെ അവരുടെ ഭർത്താവിനും നേരെ പിന്നെ നമ്മൾ ഈ തോക്കിൻ്റെ മുറിയിൽ നിൽക്കുക എന്ന് പറയില്ലേ, അതേപോലെ അവർ മൈക്കയും കൊണ്ട് വാർത്തക്കാർ ഓരോ ചാനലുകാർ പോയിരുന്നത്. അവർ ഈ ഇത്രയും വാർത്തക്കാരുണ്ട് കേരളത്തിൽ. ഈ കേരളത്തിലെ വാർത്തക്കാർ ഏതെങ്കിലും ഒരു വാർത്താ ചാനലുകാർ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പോലീസുകാരെക്കെതിരെ ഇല്ലെങ്കിൽ പോലീസുകാർ ചെയ്തോ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഇന്നേ വരെ ഓരോ വാർത്തയിലും എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി. ഇപ്പോൾ മലയാളിക്ക് രാവിലെ എണീറ്റാൽ മദ്യം വേണം, ഉച്ചയ്ക്ക് മദ്യം വേണം, വൈകുന്നേരം നിർബന്ധമായിട്ടും മദ്യം വേണം. അപ്പോൾ ഇന്ന് ബീവറേജിൽ പോയപ്പോൾ ഒരാൾ പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശീലമായി പോയി, ഇനി ഞങ്ങൾ പിന്നെ കുന്തിപ്പുഴയല്ല പിന്നെ വിക്ടോറിയ കോളേജിൻ്റെ അവിടെ ബീവറേജ് വന്നാലും ഞങ്ങൾ പോകുന്ന പറഞ്ഞത്. കാരണം ഞങ്ങൾക്കിത് ശീലമായി പോയി എന്ന് പറഞ്ഞത്. അത് ആരോടാ പറയുക? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരോടാ പറയുക ശരിക്കും? അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ രീതി. അതിനി ഒരിക്കലും മാറാൻ പോവില്ല. അങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു സിസ്റ്റം വരണം. ഈ സിസ്റ്റമൊക്കെ ഉടച്ച് കളയണം. അതിനാർക്കും തയ്യാറല്ല. ഇന്നിപ്പോൾ വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ കേട്ട തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മൂപ്പര് പറഞ്ഞ ഞാൻ അടുത്ത് പറയണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് സാറേ. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ ഈ സ്ത്രീ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവർ ആട്ടി ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസിൽ നിന്ന് അവിടുത്തെ ആൾക്കാർ ഇറക്കി വിടുക അല്ലെങ്കിൽ അപമാനിച്ച് വിടുക പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി അപമാനിച്ച് വിടുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും ശരിയാവുന്ന ഒരു പ്രതീക്ഷയില്ല, നമുക്ക് പ്രതീക്ഷിക്കേ വേണ്ട. കാരണം അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയണ്ടായി, നിങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ നിങ്ങൾ ഈ കേരളം വിടുക, എന്നാൽ നിങ്ങൾക്ക് ജീവിക്കുക എന്നുള്ളത്. കാരണം ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞത് സാധാരണക്കാരന് ഒരു അവകാശമില്ല, ഒന്നിനും ഒരു അവകാശമില്ല. ഒക്കെ സ്വാധീനമുള്ളവർ മാത്രമാണ്. ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ പണക്കാരനായി, അവൻ പിന്നെ സമൂഹത്തിൽ വലിയൊരാളായി. നേരെ മറിച്ച് കൈക്കോട്ട് എടുത്തിട്ട് പാടത്തേക്ക് ഇറങ്ങിയ അവൻ വൃത്തിയട്ടവനും ആഭാസനും തെമ്മാടിയും. കാരണം അവൻ അധ്വാനിക്കുന്ന ആളായിരിക്കാം, മറ്റവർ അധ്വാനിക്കാതെ പൈസ വാങ്ങുന്ന ആളായിരിക്കാം. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ ശ്രദ്ധിക്കുക. അതേപോലെ നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഉറങ്ങാൻ ശ്രമിക്കുക. അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇതിലിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയല്ല. അപ്പോൾ ഇന്ന് നമ്മൾ സൺസെറ്റും ഒന്നുമില്ല കേട്ടോ. അവിടെ കുരുത്തിച്ചാലിൽ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടില്ലേ, കുരുത്തിച്ചാലിൽ മേഘങ്ങൾ പറഞ്ഞാൽ കോടമഞ്ഞാട്ടോ. അവിടെ നിന്നാണ് കുരുത്തിച്ചാലിൻ്റെ തുടക്കം. അവിടെ നിന്നല്ല കേട്ടോ, അത് അങ്ങോട്ട് ഉള്ളിക്ക് സത്യമംഗലത്ത് നിന്ന് പോകണം, സത്യമംഗലം വരെ പോകണം. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ വാർത്താക്കാർ പറഞ്ഞിട്ടോ ആര് പറഞ്ഞിട്ടോ ഒരു കാര്യമല്ല, ഒരു പ്രസക്തിയില്ല, ഒരു പ്രയോജനവും ഇതിലില്ല. അതങ്ങനെ തുടർന്ന് പോവും. ഇപ്പോൾ മറ്റേ ഏതൊരു ഉദ്യോഗസ്ഥൻ കാറിൻ്റെ ബോണറ്റിൽ വെച്ചിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ട് ഒരാളെ കൊല്ലുണ്ടായി.
അങ്ങനെ എത്ര കേസുകൾ കണ്ടിരുന്നു. അതൊക്കെ പിന്നെ അതൊക്കെ ഫയലുകളൊക്കെ അത് കത്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും. കാരണം അവരുടെ കേസ് അങ്ങനെയാണ്. നമ്മുടെ കേസ് ഇപ്പോൾ ഇത്രയും ആ യുവതിയെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിച്ചു. ശരിക്കും മാനസികമായിട്ട് പീഡനം തന്നെയാണ്. തുള്ളി വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല പറയുമ്പോൾ അതൊരു പീഡനം തന്നെയാണ്. ആ പോലീസുകാരൻ്റെ ഫോട്ടോ പോലും ഈ വാർത്താ ചാനലിൽ കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരല്ലേ ശരിക്കും എന്താ പറയുക ചെന്നായക്കൾ. അതായത് മറ്റുള്ളവൻ്റെ സാധാരണക്കാരൻ്റെ പിന്നെ ശവം തിന്നാൻ വരുന്ന അല്ലെങ്കിൽ ഇറച്ചി തിന്നാൻ വരുന്ന ആൾക്കാരാണ് ഇവർക്കൊക്കെ മുഖം കൊടുത്തിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വയം മരിക്കുക. അതാവുമ്പോൾ എന്താ പറയുക, നമുക്ക് പിന്നെ വേറെ ഒന്നും കേൾക്കണ്ട. പക്ഷേ അപ്പോഴും വരും, നമ്മളറിയില്ല എന്ന് മാത്രം. എന്നിരുന്നാലും നമുക്കിവിടെ സമാധാനമല്ല. എനിക്കും സമാധാനമല്ല ശരിക്കും, അങ്ങനെയും പറയാം. ഞാനിപ്പോൾ ഒറ്റപ്പെട്ടിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കി പറയില്ലേ. ഇവിടെ നഗരസഭയോട് ഒരുപാട് വട്ടം ഞാനല്ല വേറെ ആൾക്കാരും വേറെ ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇത് വന്നിട്ട് ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഇതാ പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ അധികാരികളുടെ കാര്യങ്ങൾ. അവർക്ക് മാസം ജനങ്ങൾ പൈസ കൊടുക്കുക, അവർക്ക് ഉള്ളത് വേണ്ടുമ്പോൾ കഴിക്കുക, വേണ്ടുമ്പോൾ കളയുക. ഇതൊക്കെയാണ് അവരുടെ സ്വഭാവം. നമ്മൾ പണിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണം കൂടി ചിലപ്പോൾ അവർ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെയെങ്കിലും ആ വഴിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല വെട്ടോ കുത്തോ ഇതൊക്കെ കിട്ടിയാലോ. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. മറ്റത് അങ്ങനെയല്ല. നമുക്ക് അഭിനന്ദനമായ എന്താ പറയുക, നമുക്ക് മാലയൊക്കെ ഇട്ട് നമ്മുടെ അഭിനന്ദിക്കുക, ആശംസകളോട് അറിയിക്കുക. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എവിടെ ആശംസകൾ അറിയിക്കുന്നത്? ഏതെങ്കിലും ഇപ്പോൾ പൊതുവായിട്ടുള്ള ഏത് ഭാഗത്താണ്, ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഇപ്പോൾ അനുമോദനങ്ങൾ നടക്കുന്നത്, ആശംസകൾ നടക്കുന്നത്, അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ട് നല്ല വാക്കുകൾ എവിടെ ഉപയോഗിക്കുന്നത്? ഓരോ വേദിയിലും ഇന്നേവരെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് വല്ലാത്തൊരു അസഹനീയമായിട്ടുള്ളൊരു വാർത്തകളായിരിക്കാം, അല്ലെങ്കിൽ സംസാരമായിരിക്കാം. ഒക്കെ നമുക്ക് നമ്മുടെ കാര്യം മാത്രം, അത്രയേ ഉള്ളൂ. നമ്മൾ നേരവാനും പോകുന്നില്ല, നേരവുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി നന്നായാലല്ലേ അതിൻ്റെ ഒപ്പമുള്ള ആൾക്കാർ നന്നാവുള്ളൂ. അവർ നന്നായാലല്ലേ നമ്മുടെ ഈ പൊതുജനങ്ങൾ നന്നാവുള്ളൂ. ഇതാരും നന്നാവാൻ സമ്മതിക്കില്ല. നന്നാവണവരെ അവർ വേറെ വഴിക്ക് വിടുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ അതിലൊരു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടമാണ് ഞാൻ നൊട്ടമല വന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ ഇങ്ങനെ പെയ്യാനൊരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം മഴയും കൊള്ളാം എന്നൊക്കെ കരുതിയിട്ട് പോകുന്നതാണ്. നോക്കുമ്പോൾ മഴ മാത്രം പെയ്യുന്നില്ല കേട്ടോ. ഈ മണ്ണാർക്കാട്ടിൽ മാത്രം മഴയല്ലേ, എന്താ ചെയ്യുക? നല്ല മനുഷ്യന്മാരില്ലായിരിക്കാം, അതാവും മഴ ഇല്ലാത്തത്. നമ്മുടെ മണ്ണാർക്കാടിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മുടെ MLA ശംസുദ്ദീൻ സാറ് പറയണ്ടായി. മൂപ്പര് പറഞ്ഞിട്ടെന്താ കാര്യമല്ലേ? അതൊക്കെ കേന്ദ്രത്തിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വരണ്ടേ? വരുന്നുണ്ടാവും ഏതെങ്കിലും ഒരു സമയത്ത്, വരാതിരിക്കില്ലല്ലോ.